അമിതവണ്ണമുള്ളവർ, ഇതെല്ലാം നമ്മുടെ ഹൃദ്രോഗത്തിനുള്ള കാരണങ്ങളാണ്. ഈ ഹൃദ്രോഗം നമുക്ക് എങ്ങനെയൊക്കെയാണ് സാർ ഒരു മുൻകരുതലുകൾ അല്ലെങ്കിൽ ഇതൊരു പ്രിവെൻഷൻ എന്നുള്ള ആസ്പെക്റ്റിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? പ്രിവെൻഷൻ എന്നുള്ള ആസ്പെക്റ്റിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പുകവലിക്കുന്നവരുടെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പുകവലി നിർത്തണം. അമിത രക്തസമ്മർദ്ദം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവരിലാണെങ്കിൽ ഡോക്ടറെ കണ്ട് അതിന് വേണ്ട രീതിയിലുള്ള ചികിത്സ, ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള ചികിത്സ നടത്തി ആ പ്രഷർ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ്. ഷുഗർ ഉള്ളവർ, പ്രമേഹ രോഗമുള്ളവരാണെങ്കിൽ ഫിസിഷ്യനെ കണ്ടിട്ട് അവർക്ക് പ്രമേഹത്തിന് വേണ്ട ചികിത്സ കറക്റ്റായിട്ട് എടുക്കുകയും പ്രമേഹത്തിൻ്റെ കറക്റ്റായിട്ടുള്ള നിയന്ത്രണം, മരുന്നുകൾ കറക്റ്റായി കഴിക്കുകയും ഷുഗർ എപ്പോഴും നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും വളരെ അത്യാവശ്യമാണ്. ഓക്കെ, സാധാരണ എന്തൊക്കെ പരിശോധനകളാണ് ഡോക്ടർ ഹൃദ്രോഗത്തെ നിർണ്ണയിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത്? ഹൃദ്രോഗം നിർണ്ണയിക്കാൻ വേണ്ടി ചെയ്യുന്നത് നമ്മൾ ECG, വളരെ സാധാരണമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ECG പരിശോധന എടുത്തു കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് എക്കോ കാർഡിയോഗ്രാമും ട്രെഡ്മിൽ ടെസ്റ്റുമാണ്. എക്കോ കാർഡിയോഗ്രാമും ട്രെഡ്മിൽ ടെസ്റ്റും ചെയ്യുന്നതിന് രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. എക്കോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയുണ്ട്, ഹൃദയത്തിൻ്റെ വാൽവുകൾ എങ്ങനെയാണ്, ഹൃദയത്തിൻ്റെ മാംസപേശികൾ ശരിക്കും പ്രവർത്തിക്കുന്നതോ, ഓവറോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നൊരു ടെസ്റ്റാണ് എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറയുന്നത്. എന്നാൽ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരാളെ ഒരു മെഷീൻ്റെ മുകളിൽ കയറ്റി നടത്തിച്ചുകൊണ്ട് അവരുടെ ECG തന്നെ, എക്സസൈസ് ECG എന്ന് പറയും, എക്സസൈസ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ECG എടുക്കുന്നതിനാണ് നമ്മൾ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. എക്സസൈസ് ചെയ്യുമ്പം ഒരു വ്യക്തി എക്സസൈസ് ചെയ്യുമ്പോൾ ഹൃദയത്തിന് സാധാരണയിൽ കൂടുതൽ രക്തം ആവശ്യമായി വരും, അതിൻ്റെ പ്രവർത്തനത്തിന് സാധാരണയിൽ കൂടുതൽ രക്തം ആവശ്യമായി വരുന്നൊരു സന്ദർഭമാണ്. അപ്പം എന്തെങ്കിലും തടസ്സം, രക്തയോട്ടത്തിന് തടസ്സമോ ബ്ലോക്കോ എന്തെങ്കിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള ഹൃദയത്തിൻ്റെ മാംസപേശികൾക്ക് ആവശ്യത്തിനുള്ള രക്തം കിട്ടാതെ വരികയും തന്മൂലം അതിൻ്റെ ചേഞ്ചസ്, ഒന്നുകിൽ സിംറ്റംസ്, അതായത് ആൾക്ക് നെഞ്ചുവേദനയോ കിതപ്പോ ഉണ്ടാകാം, അല്ലെങ്കിൽ ECGയിലുള്ള വ്യതിയാനങ്ങളിലൂടെയും നമുക്ക് ഈ വ്യക്തിക്ക് ഹൃദയത്തിൻ്റെ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും ഈ ട്രെഡ്മിൽ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഓക്കെ ഡോക്ടർ, ഏതൊരു പ്രായത്തിലാണ് സാധാരണയായി ഹൃദ്രോഗം കാണപ്പെടുന്നത്? സാധാരണയായിട്ട് പുരുഷന്മാരിൽ ഒരു 35-40 വയസ്സ് പ്രായം കഴിയുമ്പോഴും, പുകവലിക്കുന്നവരാണെങ്കിൽ അതിനു മുമ്പേ വളരെ ചെറുപ്പത്തിലേ മുതലേ അവർക്ക് അസുഖം കാണാൻ സാധിക്കും. സ്ത്രീകളിൽ യൂഷ്വലി അവരുടെ മെനോപോസ്, ആവർത്ത വിരാമത്തിന് ശേഷമായിരിക്കും അവർക്ക് യൂഷ്വലി കണ്ടുവരിക. എന്നാൽ പ്രമേഹ രോഗമുള്ള സ്ത്രീകളിൽ അതിനു മുമ്പും കണ്ടുവരാറുണ്ട്. അപ്പോൾ ഒരു 40-45 വയസ്സിന് ശേഷമായിരിക്കും സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് വരാറുള്ളത്. എന്നാൽ പ്രമേഹ രോഗമുള്ളവരിൽ അത് കുറച്ചുകൂടെ നേരത്തെ 30 വയസ്സിലും 35 വയസ്സിലുമൊക്കെ കണ്ടുവരാറുണ്ട്. ഈ ഹൃദ്രോഗത്തിനുള്ളൊരു സാധ്യത നമുക്ക് നേരത്തെ നിർണ്ണയിക്കാനായിട്ട് സാധിക്കും? അതിനെന്തെങ്കിലും പരിശോധനകൾ ചെയ്യാൻ സാധിക്കും? ഒന്ന് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, പ്രഷർ, ഷുഗർ, അതെല്ലാം, കൊളസ്ട്രോൾ, അതെല്ലാം ചെക്ക് ചെയ്യാം. ബ്ലഡ് പ്രഷർ സാധാരണയായി 140-90 താഴെ ആയിരിക്കണം. ഷുഗർ ഫാസ്റ്റിങ്ങിലാണെങ്കിൽ ഒരു 100 അതിൽ താഴെയായിരിക്കും. ആഹാരം കഴിഞ്ഞതിന് ശേഷമുള്ള ഷുഗറാണ് നോക്കുന്നതെങ്കിൽ ഒരു 140 താഴെ നിൽക്കണം. 100-നും 126-നും ഇടയ്ക്കാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എങ്കിൽ നമ്മളതിനെ ഇംപയർഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ്, അതായത് അവർക്കൊരു പ്രമേഹ രോഗം വരാൻ സാധ്യതയുള്ളൊരു വ്യക്തിയായിട്ട് കണക്കാക്കും. എന്നാൽ 140-നും 200-നും ഇടയ്ക്കുള്ളതാണെങ്കിൽ അവർക്കും പ്രമേഹ രോഗം വരാൻ സാധ്യതയുള്ളൊരു വ്യക്തിയായിട്ടാണ് ആഹാരത്തിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ 140-നും 200-നും ഇടയ്ക്കാണെങ്കിൽ അതുവരെയും പ്രമേഹ രോഗം വരാൻ സാധ്യതയുള്ളൊരു വ്യക്തിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 126-ന് മുകളിലും ആഹാരം കഴിഞ്ഞുള്ള ഷുഗർ 200-ന് മേലെയുമാണെങ്കിൽ അവരെ പ്രമേഹ രോഗികളായിട്ടും കണക്കാക്കപ്പെടും. അപ്പം ഇങ്ങനെ അമിതമായിട്ടുള്ള ഷുഗർ ഉള്ളവരാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫിസിഷ്യനെ കണ്ട് വേണ്ട രീതിയിൽ ചെയ്യേണ്ടതാണ്. പിന്നെ കൊളസ്ട്രോൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, കൊളസ്ട്രോൾ മാത്രമേ കൂടുതലുള്ളെങ്കിൽ നമ്മളതിന് മരുന്ന് കഴിക്കണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീത്ത കൊളസ്ട്രോൾ, അതായത് LDL കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ചീത്ത കൊളസ്ട്രോൾ 190 മില്ലിഗ്രാമിന് മീതെയാണെന്നുണ്ടെങ്കിൽ അവർ മരുന്ന് കഴിച്ചേ മതിയാകൂ. ഒരു 130-നും 190-നും ഇടയിലാണെന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം, കുറച്ചുകൂടെ ആഹാര കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഈ റെഡ് മീറ്റ് ഒഴിവാക്കണം. അവർ റെഡ് മീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബീഫ്, മട്ടൺ, പോർക്ക് എന്നുള്ളതാണ്. റെഡ് മീറ്റ് ഒഴിവാക്കണം. പിന്നെ ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണം, വറുത്ത് പൊരിച്ച ഭക്ഷണം ഒഴിവാക്കണം. ബേക്കറി പലഹാരങ്ങൾ ഒഴിവാക്കണം. അമിതമായിട്ട് മധുരം കഴിക്കുന്നത് ഒഴിവാക്കണം. അതെല്ലാം ഈ ഡയറ്റ് കൺട്രോൾ അവരിൽ വലിയൊരു ഫാക്ടറാണ്. എന്നാൽ അവർ മരുന്ന് കഴിക്കേണ്ടതില്ല. പക്ഷേ ഈ 130 മേലെയാണ് ചീത്ത കൊളസ്ട്രോളെങ്കിലും അവർക്ക് പ്രമേഹ രോഗമോ ഹൃദ്രോഗമോ നേരത്തെ ഉണ്ടെങ്കിൽ അവർ മരുന്ന് കഴിച്ചേ മതിയാവുള്ളൂ. നേരത്തെ പ്രമേഹ രോഗമോ ഹൃദ്രോഗമോ ഉള്ള ഒരാൾക്ക് ചീത്ത കൊളസ്ട്രോൾ 100 മീതെയാണെങ്കിൽ തന്നെ നമ്മൾ മരുന്ന് കൊടുത്തേ പറ്റുള്ളൂ. എന്നാൽ ഇതൊന്നുമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അവരുടെ കട്ട് ഓഫ് പോയിന്റ് 190 190 മില്ലിഗ്രാമിന് മേലെ ചീത്ത കൊളസ്ട്രോൾ ഉള്ളവർക്ക് മാത്രമേ നമ്മൾ വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ മരുന്ന് കൊടുക്കേണ്ടതുള്ളൂ. ഇപ്പം അതായത് ഹൃദ്രോഗമോ പ്രമേഹമോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അവരുടെ ചീത്ത കൊളസ്ട്രോൾ 190 കട്ട് ഓഫ് പോയിന്റ്. ആ 190 മേലെയാണെങ്കിൽ മാത്രം മരുന്ന് കൊടുത്താൽ എന്നുള്ളതാണ്. ഓക്കെ, ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ഷുഗർ ഈ ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്നു എന്നുള്ള കാര്യം. എങ്ങനെയാണ് ഡോക്ടർ പ്രമേഹം ഹൃദ്രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? പ്രമേഹം വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മുടെ പ്രമേഹ രോഗികളുടെ എൻഡോത്തീലിയം, അതായത് രക്തക്കുഴലിൻ്റെ ആവരണത്തിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. രക്തക്കുഴലിൻ്റെ ആവരണം എന്ന് പറയുന്ന എൻഡോത്തീലിയത്തിനൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്തൂടെ ഒഴുകുന്ന രക്തം സുഗമമായി ഒഴുകിപ്പോകണം, അതിനകത്ത് രക്തം കട്ട പിടിക്കരുത് എന്നുള്ളതാണ്. എന്നാൽ പ്രമേഹ രോഗമുള്ള വ്യക്തികളിൽ ഈ എൻഡോത്തീലിയത്തിൻ്റെ നോർമലായിട്ടുള്ള ഫംഗ്ഷൻ, സാധാരണമായിട്ടുള്ള ഫംഗ്ഷൻ കുറച്ചൊക്കെ നോർമൽ ആയിരിക്കില്ല, അവർ കുറച്ച് അബ്നോർമൽ അങ്ങനെ ഈ എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ വരുന്നത് മൂലം അവർക്ക് ആ എൻഡോത്തീലിയൽ ഇഞ്ചുറിയും എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ മൂലം കൂടുതലായിട്ട് കൊഴുപ്പടിയാനും അവിടെ അതെറോസ്ക്ലീറോസിസ്, അതായത് ആ കൊഴുപ്പടിഞ്ഞ് ബ്ലോക്ക് ഉണ്ടാകുന്ന പ്രോസസ്സിനാണ് അതെറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് അത് അമിതമായി വരുന്നതാണല്ലോ പ്രമേഹം എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് വന്നു കഴിഞ്ഞാൽ ഈ ശരീരത്തിലെ പ്രോട്ടീനുകൾ പലതും ഗ്ലൈക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് സംഭവിക്കും. അതിന് അഡ്വാൻസ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ചില വസ്തുക്കൾ ഉണ്ടാവുകയും അതുമൂലവും ഈ കൊഴുപ്പടിയാനുള്ള ടെൻഡൻസി, അതെറോസ്ക്ലീറോസിസ് ഉണ്ടാകാനുള്ള ടെൻഡൻസി കൂടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് പ്രമേഹ രോഗികളിൽ ഈ ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത കൂടുതലാവാനുള്ള കാരണം. ഇൻഫാക്റ്റ് നമ്മുടെ WHO പറഞ്ഞ ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖം തന്നെ ഹാർട്ട് ഡിസീസിന് ഈക്വലൻ്റ് ആയിട്ടാണ് പലപ്പോഴും ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയപ്പെട്ടുള്ളത്. അപ്പം ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ ഹൃദ്രോഗം നിർണ്ണയിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റുകൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഹൃദ്രോഗം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അവർക്ക് വേണ്ടത് എക്കോകാർഡിയോഗ്രാഫിയും ട്രെഡ്മില്ലും ആയിരിക്കും. വർഷത്തിലൊരിക്കലെങ്ങാനും നമുക്കൊരു ട്രെഡ്മില്ല് ചെയ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ട്രെഡ്മില്ല് ചെയ്യുമ്പം വ്യത്യാസങ്ങൾ ഉണ്ടാവും, ECG വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഹൃദ്രോഗങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രമേഹ രോഗികളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകമായിട്ട് നെഞ്ചുവേദന അഥവാ സിംറ്റം, നെഞ്ചുവേദന, ഹാർട്ട് അറ്റാക്ക് അല്ല ഹാർട്ടിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ പോലും അവർക്ക് നെഞ്ചുവേദന ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അവർക്ക് സൈലൻ്റ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളവരിൽ നമുക്ക് ECG എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴോ ആണ് ഇവർക്ക് ഈ ബ്ലോക്ക് ഉണ്ടാവാനുള്ള, രക്തക്കുഴലുകളിൽ തടസ്സം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഹൃദ്രോഗത്തിന് പാരമ്പര്യം എന്നുള്ളൊരു ഘടകം, അതായത് അച്ഛനമ്മമാർക്ക് ഹൃദ്രോഗം വന്നവരാണെങ്കിൽ മക്കൾക്ക് അതിനുള്ള സാധ്യതയുണ്ടോ ഡോക്ടർ? തീർച്ചയായും അച്ഛനമ്മമാരിൽ ഹൃദ്രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്, അച്ഛനമ്മമാരെന്ന് മാത്രമല്ല ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്, സഹോദരൻ, അങ്ങനെയുള്ള ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് ആരെങ്കിലും, പുരുഷന്മാരിലാണെങ്കിൽ ഇപ്പം നമ്മുടെ അച്ഛൻ 55 വയസ്സിന് മീതെ 55 വയസ്സിന് മുമ്പായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് പ്രിമച്വർ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നു. അതായത് സ്ത്രീകളിൽ 65 വയസ്സിന് മുമ്പ് ഹാർട്ട് ഡിസീസ് വരികയാണെങ്കിൽ അതിന് നമ്മൾ പ്രിമച്വർ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് ആർക്കെങ്കിലും പ്രിമച്വർ ഹാർട്ട് ഡിസീസ്, അതായത് പുരുഷന്മാരിൽ 55 വയസ്സിന് മുമ്പും സ്ത്രീകളിൽ 65 വയസ്സിന് മുമ്പും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഫാമിലി ഹിസ്റ്ററി ഓഫ് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവിലുള്ള ഒരു പ്രിമച്വർ ഹാർട്ട് ഡിസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇതിൻ്റെ ഒരു ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ഡോക്ടർ? ഈ ഹൃദ്രോഗത്തിന് നമ്മൾ സാധാരണയായിട്ട് എന്തൊക്കെ ചികിത്സാ രീതികളാണ് ചെയ്യുന്നത്? ചികിത്സാ രീതികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ പ്രിവെൻഷൻ എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ പോയിന്റ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. സ്മോക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. കൊളസ്ട്രോളിൻ്റെ കാര്യവും എപ്പോഴാണ് കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു. പ്രമേഹ രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റും അപ്രോപ്രിയേറ്റുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ മരുന്നുകൾ കഴിക്കുന്ന പ്രഷറിൻ്റെ മരുന്നുകളും എല്ലാമാണ്.
ഇതാണ് നമ്മുടെ പ്രതിരോധത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇതെല്ലാമാണ് നമ്മുടെ ചികിത്സകൾ ചെയ്യുന്നത്. കൊളസ്ട്രോളിന് വേണ്ടി നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന സ്റ്റാറ്റിൻ മരുന്നുകൾക്ക് കൊളസ്ട്രോൾ കുറയ്ക്കുക മാത്രമല്ല, ആ എൻഡോത്തീലിയം ഞാൻ പറഞ്ഞല്ലോ, രക്തക്കുഴലുകളുടെ ആവരണം, എൻഡോത്തീലിയത്തിൻ്റെ ഫംഗ്ഷൻ, അതായത് ആ രക്തക്കുഴലുകളുടെ ആവരണത്തിൻ്റെ ഫംഗ്ഷൻ, ആ എൻഡോത്തീലിയൽ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഉള്ളൊരു കഴിവുണ്ട് സ്റ്റാറ്റിൻ ഗുളികൾക്ക്. അപ്പോൾ എൻ്റെ കൊളസ്ട്രോൾ കുറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇനി മരുന്ന് കഴിക്കണോ എന്ന് പല രോഗികൾക്കും സംശയം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരു ഹൃദ്രോഗമുള്ളൊരു വ്യക്തിയോ അല്ലെങ്കിൽ പ്രമേഹ രോഗമുള്ള വ്യക്തിയോ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കൊളസ്ട്രോൾ കുറയുന്നത് മാത്രമല്ല, അവരുടെ ഓവറോൾ എൻഡോത്തീലിയൽ ഫംഗ്ഷൻ, അതായത് ആ രക്തക്കുഴലുകളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിൻ മരുന്നുകൾ കഴിക്കാൻ തന്നെ ഞാൻ പറയും. എന്ന് വെച്ചാൽ അതൊരു ജീവിതകാലം മുഴുവൻ ഒരു ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യേണ്ട മെഡിസിൻ. തീർച്ചയായും ഒരു ഹാർട്ട് ഡിസീസ് ഹൃദ്രോഗമുള്ള വ്യക്തിക്ക് സ്റ്റാറ്റിൻ മരുന്നുകൾ, കൊളസ്ട്രോളിൻ്റെ മരുന്നുകൾ തീർച്ചയായും അവർക്ക് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാൻ വേണം. കാരണം ഒരിക്കലും അവർക്കൊരു ബ്ലോക്ക് ഉണ്ടായി, ഒരു അറ്റാക്ക് വന്നു, രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മളിപ്പം ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് ആ രക്തക്കുഴലിലെ ബ്ലോക്ക് മാറ്റിയാൽ പോലും വേറൊരു ഭാഗത്ത് പിന്നെയും വന്നുകൂടായി, അവർക്ക് ഇനി വരാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും, ഇനിയും വന്നുകൂടായികയില്ല. അതുകൊണ്ട് ആ ഓവറോൾ എൻഡോത്തീലിയൽ ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഇനി പുതിയൊരു ബ്ലോക്കുകൾ ഉണ്ടാവാതിരിക്കാനും വേണ്ടി അവർക്ക് ലൈഫ് ലോങ് സ്റ്റാറ്റിൻ മരുന്നുകൾ അഡ്വൈസ് ചെയ്യുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ ആദ്യം ഹൃദ്രോഗത്തിനുള്ള കാരണങ്ങൾ പറഞ്ഞപ്പോൾ പുകവലി എന്നൊരു കാര്യം പറഞ്ഞു. അതേപോലെ മദ്യപാനം എന്നുള്ളത് ഹൃദ്രോഗത്തിന് ബന്ധമുണ്ടോ ഡോക്ടർ? അമിതമായ മദ്യപാനം വന്നു കഴിഞ്ഞാലും ഹൃദ്രോഗത്തിൻ്റെ രക്തക്കുഴലിലെ ബ്ലോക്കിനേക്കാളും ഉപരി ഹൃദയത്തിൻ്റെ ഇടിപ്പുകളുടെ തകരാറുകൾ, അതായത് ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞൊരു അബ്നോർമൽ ആയിട്ടുള്ള ഹാർട്ടിൻ്റെ ഒരു ഇടിപ്പുണ്ട്. അതായത് താളം തെറ്റിയുള്ളൊരു ഇടിപ്പാണ്, ഹൃദയത്തിൻ്റെ താളം തെറ്റിയുള്ളൊരു ഇടിപ്പിനാണ് നമ്മൾ ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്നത്. ഈ അമിതമായിട്ട് മദ്യം കഴിക്കുന്നവരിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു വേറൊരു പ്രോബ്ലമാണ് ഈ ഏട്രിയൽ ഫിബ്രിലേഷൻ, അഥവാ ഹൃദയമിടിപ്പുകളുടെ താളം തെറ്റിയുള്ള ഹൃദയമിടിപ്പ്. താളം തെറ്റിയുള്ള ഹൃദയമിടിപ്പുകൾ ഒരുപാട് മദ്യം, എസ്പെഷ്യലി ബിഞ്ച് ഡ്രിങ്കിങ്, ഒരു അമിതമായ അളവിൽ പെട്ടെന്ന് മദ്യം കഴിക്കുന്നവർ, അതിനാണ് ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരിൽ ഹൃദയമിടിപ്പിൻ്റെ താളപ്പിഴകൾ വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അവർക്ക് ബ്ലോക്ക് വരാനുള്ള വേറെയും പല കാര്യം, ഇപ്പം മദ്യം കഴിക്കുമ്പം നമ്മൾ മദ്യം മാത്രമായിരിക്കും കഴിക്കുന്നത്, അതിൻ്റെ കൂടെ അമിതമായിട്ട് മദ്യപിക്കുന്നവർ കൂടെ അതിൻ്റെ കൂടെ ഒരുപാട് നോൺ വെജിറ്റേറിയൻ ഫുഡ്, റെഡ് മീറ്റ് അതിൻ്റെ കൂടെ കഴിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ മദ്യം കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവും അതുപോലെ കൂടുതലായിരിക്കും. വറുത്ത് പൊരിച്ച പലഹാരങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ കൂടെ കഴിക്കുന്നത്. അതെല്ലാം ഈ അതെറോസ്ക്ലെറോസിസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ ബ്ലോക്ക് വരാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത് റെഡ് മീറ്റ് കഴിക്കുമ്പോൾ. അതുപോലെ അവരിൽ അമിതവണ്ണം, ലിവർ ഡിസീസ് അതെല്ലാം കാണുന്നത്, അതെല്ലാം കാലക്രമത്തിൽ ഈ ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള, ഹൃദ്രോഗം ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ മദ്യം കഴിക്കുന്നവരിൽ ഹൃദയത്തിൻ്റെ മാംസപേശികളുടെ ബലക്ഷയം, അതിനെ നമ്മൾ ആൽക്കഹോളിക് കാർഡിയോമയോപ്പതി എന്ന് പറയുന്നു. വളരെ കൂടിയ അളവിൽ മദ്യം കഴിക്കുന്നവരിൽ ഹൃദയത്തിൻ്റെ മാംസപേശികൾക്കുണ്ടാകുന്ന ഒരു ബലക്ഷയമുണ്ട്. അതുമൂലം ഹൃദയത്തിൻ്റെ പമ്പിങ് കുറയും, അതുമൂലം ശ്വാസമുട്ടലുണ്ടാവുകയും ഹൃദയത്തിൻ്റെ സൈസ് കൂടി കാർഡിയോമെഗാലി, ഹാർട്ട് എൻലാർജ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനെ നമ്മൾ ആൽക്കഹോളിക് കാർഡിയോമയോപ്പതി എന്ന് പറയുന്നു. ആൽക്കഹോളിക് കാർഡിയോമയോപ്പതിയും ഈ അമിതമായിട്ട് മദ്യം കഴിക്കുന്നവരിൽ കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ആൽക്കഹോളിക് കാർഡിയോമയോപ്പതി, അത് മാംസപേശികളുടെ ബലക്ഷയം, ഇടിപ്പിൻ്റെ താളപ്പിഴ, ഹൃദയമിടിപ്പിൻ്റെ താളപ്പിഴകൾ, നെഞ്ചിടിപ്പ് ഉണ്ടാവുകയാനും പിന്നെ പോരാതെ തന്നെ ബ്ലോക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട് അവർക്ക്. ഡോക്ടർ, ആദ്യം ഇതിനുള്ള കാരണങ്ങൾ പറഞ്ഞപ്പോൾ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദത്തെ പറ്റി പറഞ്ഞു. അതിൻ്റെ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ എത്ര കാലയളവിനുള്ളിൽ രോഗികൾ ഇതിനുള്ള ടെസ്റ്റുകൾ ചെയ്യണം, അതെങ്ങനെയാണ്, നമ്മളൊരു മോണിറ്ററിങ് എങ്ങനെ ചെയ്യണം ഡോക്ടർ? BP മോണിറ്ററിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നോർമലായിട്ടുള്ളൊരു ഇപ്പോഴത്തെ പ്രസൻറ്റ് ഗൈഡ് ലൈൻസ് പ്രകാരം നമ്മൾ 60 വയസ്സിൽ താഴെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ, 65 വയസ്സിന് താഴെയുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബ്ലഡ് പ്രഷർ, സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 140-ഉം ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 90-ലും അല്ലെങ്കിൽ അതിൻ്റെ താഴെയോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അത് ലെസ് ദാൻ 140/90 എന്നുള്ളതായിരിക്കും അവരുടെ ടാർജറ്റ് പോയിന്റ്. എന്നാൽ ഒരു സീനിയർ, കുറച്ചുകൂടെ പ്രായമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കട്ട് ഓഫ് പോയിന്റ്, ട്രീറ്റ്മെൻറ്റിൻ്റെ കട്ട് ഓഫ് പോയിന്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലിബറലാണ്. അവർക്ക് ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് പറയുന്നത് വെച്ചാൽ ഒരു 65 വയസ്സിന് മേലുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബ്ലഡ് പ്രഷർ ഒരു 150/90 അങ്ങനെ കൺട്രോൾ ചെയ്താൽ മതിയാവും. അതിൻ്റെ അവർക്ക് കുറച്ചുകൂടെ 140 150 എന്നൊരു അലവൻസ് കൊടുത്തിട്ടുണ്ട് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറിന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായം ചെല്ലുന്തോറും നമ്മുടെ രക്തക്കുഴലുകളുടെ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞു വരികയും അത് കുറച്ചുകൂടെ റിജിഡായിട്ടുള്ള ആവുകയും ചെയ്യുന്നു. അപ്പോൾ രക്തം അതിനകത്ത് പമ്പ് ചെയ്യുമ്പോൾ ആ രക്തക്കുഴലിന് വികസിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന മൂലം അതിനകത്തെ പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രായം ചെന്നവരിൽ നാച്ചുറലായിട്ട് ഈ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, അതായത് ഹാർട്ട് പമ്പ് ചെയ്യുമ്പോഴുള്ള ബ്ലഡ് പ്രഷറിനാണ് നമ്മൾ സിസ്റ്റോളിക് BP എന്ന് പറയുന്നത്. മുകളിലത്തെ BP
അതായത് 140 എന്ന് ഞാൻ പറഞ്ഞല്ലോ, 140 150 രണ്ട് നമ്പേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, അത് സിസ്റ്റോളിക് ബി പി ആണ്. ഈ സിസ്റ്റോളിക് ബി പി വരുന്നത് നമ്മുടെ ഹൃദയം പമ്പ് ചെയ്യുന്ന സമയത്തെ പ്രഷറാണ്. പമ്പ് ചെയ്യുന്ന പ്രഷർ കുറച്ച് പ്രായം കൂടിയ ആൾക്കാരിൽ ഈ രക്തക്കുഴലുകളുടെ സ്റ്റിഫ്നെസ് മൂലം, രക്തക്കുഴലിലെ ഇലാസ്തികതയുടെ കുറവ് മൂലം